ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ചേർച്ചിൽ നടന്ന സമ്മർ സോഷ്യലും അതേപോലെ സമ്മർ റാഫലിനെ പറ്റിയുള്ളതാണ്. ഇപ്പോൾ യു കെയിൽ നല്ല ക്ലൈമറ്റാണ്, ഒരു അടിപൊളി ക്ലൈമറ്റ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരാഴ്ച ആയിട്ടുള്ളൂ നമുക്ക് ഈ ക്ലൈമറ്റ് കിട്ടി തുടങ്ങിയിട്ട്. നല്ല വെയിലുണ്ട്, അതിനനുസരിച്ച് ചൂടുമാണ്, ഭയങ്കര ചൂടാണ്. പക്ഷേ കാണുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരു പോസിറ്റീവ് വൈബാണ്. ഇത്രയും ദിവസം സമ്മറാന്ന് പറഞ്ഞിട്ടും കഴിഞ്ഞ ആഴ്ച വരെ നല്ല മഴയായിരുന്നു, പക്ഷെ ചൂടൊക്കെ ഉണ്ടായിരുന്നു. ഈ ആഴ്ച നല്ല രീതിക്ക് തന്നെ വെയിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നല്ലൊരു ബ്യൂട്ടിഫുൾ ആൻഡ് ബ്ലെസ്ഡ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഹോലി മാസം കഴിഞ്ഞ ഉടനെ തന്നെയാണ് സമ്മർ സോഷ്യൽ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു 100 തൊട്ട് 200 പാരിഷനേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തേ. ചേർച്ചിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ ബാർബിക്യൂ സെറ്റ് ചെയ്തിരുന്നു. പിന്നെ പാരിഷനേഴ്സ് എല്ലാവരും തന്നെ ഫുഡ് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ പറഞ്ഞാൽ പല വെറൈറ്റീസ് ഓഫ് ഫുഡ് ഡിഷസ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫുഡ് ഫെസ്റ്റിവൽ പോലെ തന്നെ നമുക്ക് തോന്നും. ആ ടേബിളിൽ എന്താണ് ഇല്ലാത്തതെന്ന് ചോദിക്കണം. അവിടെ കേക്ക്സ് ഉണ്ടായിരുന്നു, അത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കേക്ക്സ് ആയിരുന്നേ. പലരും അങ്ങനെ പറഞ്ഞാൽ ഒരു കേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റാസ്ബെറി ഫില്ലിംഗ് ഉള്ള കേക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ വീഡിയോ എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ റാസ്ബെറി ഫില്ലിംഗ് ഉള്ള കേക്ക്, പിന്നെ എനിക്കറിയത്തില്ല, എനിക്ക് പേര് പോലും അറിയാത്ത കുറേ ടൈപ്പ് ഓഫ് കേക്ക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ഓഫ് പേസ്ട്രീസ് ഉണ്ടായിരുന്നു, ഹോം മെയ്ഡ് പൈസ്. പിന്നെ അതിലും തന്നെ ചിക്കൻ്റെ ലെഗ്സും അതേപോലെ വിങ്സൊക്കെ വേറെ വേറെ മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് പീസ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ എന്താ ഉള്ളത്, പിന്നെ ഫ്രഷ് ഫ്രൂട്ട് വെച്ച പ്ലാറ്റർ ഉണ്ടായിരുന്നു. അതിൽ സ്ട്രോബെറീസൊക്കെ അടിപൊളി, ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഇത്ര ഫ്രഷ്. അതേപോലെ സ്ട്രോബെറീസും ആപ്രിക്കോട്ട്, പൈനാപ്പിൾ, പ്ലംസ്, ഗ്രേപ്സ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഷോപ്സിൽ നിന്ന് മേടിച്ച കുറച്ച് കേക്ക്സും ഉണ്ടായിരുന്നു കേട്ടോ, കുക്ക് ചെയ്യാത്ത കേക്ക്സ്. അങ്ങനെ പറഞ്ഞാൽ അവർ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് വെച്ചതും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. എല്ലാം തന്നെ നല്ല രസമായിരുന്നേ. സമോസ കണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ സമോസയിലെ ഫില്ലിംഗ് ഒക്കെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, വേറെ രീതിയിലാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ ഇത് റോളുണ്ടായിരുന്നു. അങ്ങനെ ഇതൊരു ഐസ്ഡ് കേക്കായിരുന്നു, ഇതും നല്ല രസമുണ്ടായിരുന്നു. ഐസിങ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു കേക്ക് ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിരുന്നു ഈ ഡ്രിങ്ക്. ഇതൊരു അമേരിക്കൻ സ്റ്റൈൽ ഐസ് ടീ എന്നാണ് അവർ പറഞ്ഞത്. അതുകൂടാതെ തന്നെ പല ടൈപ്പ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു, വേറെ ബെവറേജസ് ഉണ്ടായിരുന്നു. ടീയും കോഫി ആവശ്യമുള്ളവർക്ക് അതും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. പാൻട്രി ടീം ഉണ്ടായിരുന്നു അതിന് വേണ്ടി തന്നെ. അപ്പോൾ അവർ ടീയും കോഫിയും സാധാരണ അങ്ങനെ ചിലർ മിൽക്ക് മാത്രം കുടിക്കുന്നവർ, അവർക്ക് അതും ഉണ്ടായിരുന്നു. എല്ലാം തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം തന്നെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് കുറച്ച്, അങ്ങനെ പറഞ്ഞാൽ പള്ളിയിൽ തന്നെ ഉള്ള പാരിഷനേഴ്സ് തന്നെ അതിൽ വോളണ്ടിയേഴ്സായിട്ട് കുറച്ച് പേര് ഡിവൈഡ് ചെയ്ത് ഓരോരോ സെക്ഷനുമാണ് ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളിൽ കുറച്ച് പേര് ബാർബിക്യൂ ചെയ്യാനായിട്ട് കയറി. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന ആ കൂട്ടത്തിൽ. ബാർബിക്യൂ റെഡിയാക്കുന്നതാണ് എൻ്റെ ബാർബിക്യൂ അവർ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അത് പാറ്റി എല്ലാം റെഡിയായി തരുമ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ബർഗർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ സോസേജ് ഉണ്ടായിരുന്നു, സോസേജ് ബണ്ണിൻ്റെ അകത്ത് സോസേജ് വെച്ച് എല്ലാം ചെയ്ത് കൊടുക്കുക. ഇത് ഓൾറെഡി ഓണിയൻസൊക്കെ നല്ലോണം കുക്ക് ചെയ്ത് നല്ല അടിപൊളിയായിരുന്നു. അത് ആരാ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, അപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയായിരുന്നു. ഇതെല്ലാം ഡിവൈഡ് ചെയ്ത് എല്ലാവരും തന്നെ അവരവരുടെ ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് നല്ല നീറ്റായിട്ട് എല്ലാം തന്നെ ചെയ്തിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ്, ബാർബിക്യൂ സെക്ഷൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല വെറൈറ്റീസ് കണ്ടപ്പോൾ തന്നെ വയറ് നിറഞ്ഞു സത്യം പറഞ്ഞാൽ. എന്നിട്ട് ഫൈനലി ഞങ്ങൾ കുറച്ച് ഫേവറേറ്റ് ഐറ്റംസ് മാത്രം സെലക്ട് ചെയ്ത് കേട്ടോ. എല്ലാം തന്നെ നല്ല ഫ്രഷുമായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ യു കെയിൽ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 4 years ആയി. അന്ന് മുതൽ ഞങ്ങൾ ഈ പള്ളിയിലാണ് വരുന്നത്. ഈ 4 years കൊണ്ട് തന്നെ നല്ല മെമ്മറീസും കുറേ നല്ല ഫ്രണ്ട്സിനെയും റിലേഷൻഷിപ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന്. ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എപ്പോഴും അഡ്മയർ ചെയ്യുന്നത്, ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാ പാരിഷനേഴ്സും ഒരേപോലെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് ഇങ്ങനെ നോക്കി എടുക്കുവാണ്. ഞങ്ങൾ വന്ന ടൈമിലേക്കും കുറച്ചൊക്കെ തീർന്നിരുന്നു, കുറച്ച് ഐറ്റംസൊക്കെ തീർന്നു പോയി.
അപ്പോൾ ഉള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടായിരുന്നു സമ്മർ റാഫിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ ഒരേപോലെ നിന്നിട്ടാണ് അവിടെ മൊത്തം ക്ലിയർ ഔട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടായിരുന്നു സമ്മർ റാഫിലുണ്ടായിരുന്നത്. അത് നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. ലക്കി വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും ക്ലാപ്പ് ചെയ്ത് ചിയർ ചെയ്ത് അവിടുത്തെ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ തന്നെ കണ്ടപ്പോൾ മനസ്സിനൊരു പ്രത്യേക ഹാപ്പിനെസ് തോന്നി. ഓവറോൾ ഇറ്റ് വാസ് ട്രൂലി എ വണ്ടർഫുൾ ആൻഡ് ബ്ലെസ്ഡ് ഡേ. നല്ല ഫുഡ്, നല്ല ഫെലോഷിപ്പ്, നല്ല കോൺവെർസേഷൻസ്, കുറേ ചിരികൾ, കുറേ മെമ്മറീസ്, എല്ലാം കൂടെ ഒരു പെർഫെക്റ്റ് സൺഡേ. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് എല്ലാമാണ് ഇന്നത്തെ വ്ളോഗിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്ലീസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.